സർ, കൊല്ലം ജില്ലയെ സംബന്ധിച്ച് RSPക്ക് വലിയ വേരോട്ടമുണ്ട്. RSP NK പ്രേമേന്ദ്രനെ കുറിച്ചും പ്രേമേന്ദ്രനെ അതുപോലെ തന്നെ ഷിബു ബേബി ജോണിനെയും കൂട്ടിച്ചേർത്തപ്പോൾ മുന്നോട്ട് വന്നേ. ഇപ്പോൾ കേൾക്കുന്ന ഇരവിപുരം മണ്ഡലത്തിൽ NK പ്രേമേന്ദ്രൻ്റെ മകൻ കാർത്തിക്കിനെ സ്ഥാനാർത്ഥിയാക്കണം. ഇതിനെ അസീസ് നിലവിൽ RSPയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ചുമതലയാണ് വഹിക്കുന്നത്. എതിർത്തു. ദേശീയ സെക്രട്ടറി ഉണ്ട്, അത് ഷിബു ബേബി ജോണാണ്. ഷിബു ബേബി ജോണും എതിർത്തു. പക്ഷേ NK പ്രേമേന്ദ്രൻ്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പ്രേമേന്ദ്രനായിട്ട് കാത്തിരിക്കുന്ന വേറെ പാർട്ടികളുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന BJP തന്നെ പ്രേമേന്ദ്രനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ ക്ഷണിച്ചു. നേരത്തെ മോദി NK പ്രേമേന്ദ്രൻ്റെ ഒരു വിരുന്നിൽ പങ്കെടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമായതാണ്. ഇവിടെയും ഒരുപക്ഷെ NK പ്രേമേന്ദ്രൻ പറയുന്നത് RSPയുടെ ഈ നേതാക്കൾ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനം പ്രേമേന്ദ്രൻ എടുത്തുകൂടെ? അതിനു മുമ്പ് ഈ NK പ്രേമേന്ദ്രന്റെ മകൻ കാർത്തിക് ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയായാൽ ഷിബു ബേബി ജോണിന് എന്താ പ്രശ്നം? അത് പറ. ഷിബു ബേബി ജോണിന് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരാളെ ഷിബു ബേബി ജോൺ 2 തവണ ചവറ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു. ഈ 2 തവണ ഷിബു ബേബി ജോണിൻ്റെ പരാജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ബേബി ജോൺ ഉണ്ടാക്കി വെച്ച അടിത്തറ പൂർണ്ണമായിട്ടും നിലനിർത്താൻ കഴിയാത്ത ഒരു നേതാവായിട്ട് ഷിബു ബേബി ജോൺ അസ്തമിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് NK പ്രേമേന്ദ്രൻ്റെ പാർട്ടിയെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ലയിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. സത്യത്തിൽ ഇപ്പോൾ RSPയുടെ ബേസ് എന്ന് പറയുന്നത് ജനകീയനായ NK പ്രേമേന്ദ്രൻ തന്നെയാണ്. ഒരുപക്ഷെ പാർട്ടി നിർബന്ധിച്ചാൽ NK പ്രേമേന്ദ്രൻ തന്നെ കേരളത്തിൽ മത്സരിക്കാനൊക്കെ തയ്യാറാകും. കാരണം മന്ത്രി എന്ന നിലയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു, MP എന്ന നിലയിൽ നല്ല പ്രകടനം ലോക്സഭയിൽ കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് RSPയുടെ അവസാന വാക്ക് NK പ്രേമേന്ദ്രനാണ്. ഷിബു ബേബി ജോണിന് RSPയിലുള്ള പിടുത്തം വിട്ടുപോകും. ഇതാണ് ഇപ്പോഴും എനിക്ക് ചോദ്യം തീരുന്നില്ല, ചോദ്യം കൂടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇരവിപുരത്ത് പ്രേമേന്ദ്രന്റെ മകനെ ഷിബു ബേബി ജോണും അസീസും അംഗീകരിക്കുന്നില്ല, കാർത്തിക്. പക്ഷെ പ്രേമേന്ദ്രൻ ഇരവിപുരത്ത് നിൽക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നില്ലല്ലോ. പ്രേമേന്ദ്രന് മത്സരിക്കണമെന്ന് പ്രേമേന്ദ്രൻ വേണം ഇരവിപുരത്ത് നിൽക്കാൻ എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നില്ലല്ലോ. അല്ല, അവർക്ക് പേടിയാണ്. അവര് വന്നു കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ ഒരു ഷുവർ മന്ത്രിയല്ലേ? അതെ, പ്രേമേന്ദ്രൻ ഷുവർ മന്ത്രിയാണ്. അപ്പൊ ഇവിടെ നിലവിൽ ഇങ്ങനെയൊക്കെ സാഹചര്യം നിൽക്കുമ്പോൾ അപ്പൊ 2 തരത്തില് ഭീഷണിയാണ്. അപ്പൊ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ, പ്രേമേന്ദ്രൻ MP, മകൻ MLA. അതെ, അപ്പൊ മൊത്തം RSP ഒരു കുടുംബം വിഴുങ്ങുന്നു. അതെ, അതാണ് ഷിബു ബേബി ജോൺ ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ ഈ ആരോപണത്തിന് അപ്പുറത്തേക്ക് ചില വശങ്ങളുണ്ട്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നഗരസഭ കൊല്ലം കോർപ്പറേഷനിൽ BJPയുടെ ഒരുപാട് കാൻഡിഡേറ്റുകൾ വന്നു. ഇത്രയും നാൾ CPMന്റെ കുത്തകയാണെന്ന് വെച്ചിരുന്ന കൊല്ലം ജില്ലയിലെ പല മേഖലകളിലെയും കൗൺസിലർമാരായിട്ട് BJP വരികയും BJP ഒരുപക്ഷെ ഈ പ്രേമേന്ദ്രൻ മകൻ കാർത്തികിനെയും ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഘട്ടം വരികയും കൂടെ ചെയ്താൽ അങ്ങനെ സംഭവിച്ചുകൂടെ? രാഷ്ട്രീയമല്ലേ? അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയ ഒരു ജില്ലയാണ് കൊല്ലം. കറക്റ്റ്. കാരണം പാലക്കാട്ട് താഴേക്ക് പോവുകയും BJP കൊല്ലത്ത് മുന്നേറുകയും ചെയ്തു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു തുടങ്ങിയാൽ നോക്കിയാൽ തന്നെ ഗോപൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കൊല്ലം ജില്ലയിലെ BJPയുടെ സ്ഥാനാർത്ഥി ഏതാണ്ട് 30,000 വോട്ടിന്റെ അടുത്ത് പിടിച്ചു. 25,000-നും 30,000-നും ഇടയ്ക്ക് വോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഗോപൻ വലിയൊരു സംസ്ഥാന നേതാവാക്കി അവർ മാറ്റിയിട്ടില്ല. പക്ഷെ വലിയ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് ഗോപൻ. കൊല്ലം ജില്ലയില് BJPക്ക് അവിടെ 30% അടുത്ത് വോട്ട് ഉണ്ട് എന്ന് തുടർച്ചയായി ഗോപൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കരുനാഗപ്പള്ളിയിലൊക്കെ തന്നെ നിയമസഭാ മണ്ഡലത്തിലേക്ക് ആ പേര് പരിഗണിക്കുന്നു എന്നും കേൾക്കുന്നുണ്ട്. അത് അദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ. കാരണം മുമ്പ് 2 തവണ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് ആ മണ്ഡലത്തില്. അപ്പോ കൊല്ലം അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഈ കാർത്തിക് സ്ഥാനാർത്ഥിയാകുന്നതിനെ പറ്റി അസീസ് പറഞ്ഞത് എന്താണെന്നറിയോ? അതിന് ആ പയ്യനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇങ്ങനെ പുച്ഛിക്കുക ചെയ്തത് പ്രേമേന്ദ്രനും കുടുംബത്തിനും. ആ പയ്യനല്ലല്ലോ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രേമേന്ദ്രനും അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങളൊക്കെ ഇത് കൊണ്ടു നടന്ന, ബേബി ജോണും ഞാനും ഒക്കെ ഇത് കൊണ്ടു നടന്ന കാലത്ത് പ്രേമേന്ദ്രൻ ഒരു പയ്യനല്ലേ എന്നല്ലേ ഈ അസീസ് പറഞ്ഞതിന്റെ അർത്ഥം? അതെ, അങ്ങനെ തന്നെയാണ്. ആണല്ലോ. ഒരു തവണ ഇരവിപുരത്ത് MLA ആയിട്ടുണ്ട് ഈ അസീസ്. അപ്പൊ ഈ അസീസിന് ഇപ്പോഴും തോറ്റുപോയി. ഇനിയും മത്സരിക്കാൻ താല്പര്യം ഉണ്ടാവും. ഇനി ഒരു മന്ത്രിയാകണമെന്നുള്ള മോഹം. ഞാനിനി
അനാരോഗ്യം കാരണം മത്സരിക്കുന്നില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനും ഉണ്ട്. പക്ഷെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷിബു ബേബി ജോൺ മത്സരിച്ച് ജയിക്കണം. അനുകൂല സാഹചര്യമാണെന്നും പറയാൻ പറ്റില്ല. കാരണം ചവറ ആകെപ്പാടെ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിബു ബേബി ജോൺ അവിടെ മത്സരിച്ച് ജയിക്കണമെങ്കിൽ RSPയിൽ ഇതല്ലാതെ മറ്റു മികച്ച നേതാക്കളില്ല എന്ന് വരുത്തി തീർക്കേണ്ടത് ഷിബുവിന്റെ ആവശ്യമല്ലേ? ഇനി നിന്ന് തോക്കാൻ. അപ്പൊ പണ്ട് പ്രേമേന്ദ്രൻ ആദ്യമൊക്കെ സ്ഥാനാർത്ഥിയാവുമ്പോ തന്നെ TJ ചന്ദ്രചൂഡൻ എന്നോട് ദേശീയ നേതാവുമായിരുന്നല്ലോ. അതെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല പയ്യനാണ്, കേഡറാണ്, കഴക്കൂട്ടം സൈനിക സ്കൂളിൽ പഠിച്ചതാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞ. RSPയുടെ യുവജന വിങ്ങിലൂടെയാണ് കയറി വന്നത്, യൂത്ത് വിങ്ങിലൂടെ കയറി വന്ന ഒരു നേതാവാണ്. ആദ്യമായിട്ട് കൊല്ലത്ത് MP ആയിരുന്ന സമയത്ത് വലിയ ജനകീയ നേതാവ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി. പിന്നീട് പിണറായി വിജയൻ ഈ പ്രേമേന്ദ്രനെ വളരെ മോശം വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജനപ്രീതി ഉയർന്നതെന്നും തോന്നുന്നു. അതെ. അപ്പോ മറ്റേ കാർത്തിക്കിന്റെ പേര് 3 പേരുകളാണ് ഇരവിപുരം മണ്ഡലത്തിലേക്ക് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്. RSP ആ 3 പേരിൽ കാർത്തിക്കും ഉണ്ട്. യുവ നേതാക്കളുണ്ട് RYFന്റെ ഒക്കെ. പക്ഷെ കാർത്തിക്കിന്റെ പേരും പരിഗണനയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് തീരുമാനിക്കുന്നത് ഡൽഹിയിലോ MP വീട്ടിലോ അല്ല എന്ന് അസീസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ 3 പേരുകളിൽ ഒന്ന് കാർത്തിക്കിന്റെ പേരാണ്. അപ്പോ ഈ അസീസ് അവിടെ തോറ്റല്ലോ കഴിഞ്ഞ തവണ. പിന്നെ അപ്പോ ഇപ്പോ അത് CPMന്റെ നൗഷാദാണ് ആദ്യം ഇരവിപുരത്ത് CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നത്. ഇരവിപുരം CPMന് വേണ്ടി ആദ്യമായി പിടിക്കുന്നത്. കാരണം RSP ആണല്ലോ സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെ നൗഷാദാണ് പിടിക്കുന്നത്. 2016 നൗഷാദ്. അപ്പോൾ 52.33% വോട്ട് അവിടെ നൗഷാദിന് കിട്ടി. അസീസ് വളരെ താഴെയായിരുന്നു. 36,589 വോട്ട് മാത്രമാണ് അസീസിന് കിട്ടിയത്. 19.72% വോട്ടാണ് അസീസിന് കുറഞ്ഞത് ഒറ്റയടിക്ക്. 20% വോട്ട് RSP നേടിയിരുന്നതിൽ 20% വോട്ട് ആണ് അസീസിന് കുറഞ്ഞത്. BDJSന് 19,714 വോട്ട് അവിടെ കിട്ടി. നമ്മള് BDJS മത്സരിച്ചിട്ട് പോലും 15.77% ഇരവിപുരത്ത് ഉണ്ട്. NDA വോട്ട് കുറവല്ല. അവിടെ BJP സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ഇത് 20% മുകളിൽ വരില്ലേ? ഒരു ഡിസിസീവ് വോട്ടായിട്ട് അത് മാറും. 2011 അസീസ് 49% വോട്ടാണ് നേടിയിരുന്നത്. മറ്റേ മുസ്ലിം ലീഗിന്റെ PKK ഭാവയ്ക്കെതിരെ ജയിക്കുമ്പോൾ PKK ഭാവയ്ക്ക് 41%, 8% വോട്ട് അസീസിന് കൂടുതലായിരുന്നു. BJPക്ക് അന്ന് 4.82% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 5048 വോട്ട്. അതാണ് വളർച്ച. 4% നിന്ന് 15% ഒറ്റയടിക്കാണ് കയറുന്നത് അവിടെ. അപ്പോൾ ഇതൊക്കെ BJP കണ്ട് വേണം. ഇത് BDJSൽ നിന്ന് ഏറ്റെടുക്കുകയും ഒക്കെ വേണ്ട സ്ഥലമാണത്. അപ്പോൾ 2016 അവിടെ നിന്ന് ജയിക്കുന്ന ആദ്യത്തെ CPM MLA ആവുമ്പോൾ നൗഷാദിന് ഈ 28,803 വോട്ട് ഭൂരിപക്ഷമുണ്ട്. വലിയ ഭൂരിപക്ഷമാണ്. അസീസ് പറ്റിയ കാൻഡിഡേറ്റേ അല്ല അവിടെ. അപ്പോൾ ബാബു ദിവാകരന് 34.4%. പിന്നെ അസീസ് തോറ്റ ശേഷം അപ്പൊ BDJSന് 8,468 വോട്ടായിട്ട് കുറയുകയും ചെയ്തു. 6.7%. ഇനിയല്ലേ നമ്മൾ മറ്റേ ചോദ്യത്തിലേക്ക്. കാർത്തിക്കിനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്ന് RSP തീരുമാനിച്ചാൽ, RSPയില് ഇപ്പോ സിനിജി പറഞ്ഞത് മറ്റേ ഈ പ്രേമചന്ദ്രന്റെ സ്വാധീനം കാരണം ജയിക്കാൻ വേണ്ടി പ്രേമചന്ദ്രന്റെ കൂടെ വന്ന് ലയിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ എന്നല്ലേ? അതെ. അപ്പൊ തീരുമാനം എടുക്കുന്ന ആള് പ്രേമേന്ദ്രൻ തന്നെ അല്ലേ RSPയില്? അതാണ് പ്രേമേന്ദ്രൻ ഇപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അതിനെ ഇപ്പം അംഗീകരിക്കുന്നില്ലെന്നാണ് അസീസും ഈ ഷിബു ബേബി ജോണും പറയുന്നത്. പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ താൻ RSP വിട്ടു പോകുമെന്ന് ഷിബു ബേബി ജോണിന്റെ ഒരു മുന്നറിയിപ്പുണ്ട്. എവിടോട്ട് പോകാൻ? എങ്ങോട്ട് പോവാൻ? അതൊരു പ്രശ്നമല്ലേ? എവിടോട്ട് പോവാ? എങ്ങോട്ട് പോകും?
CPM-ലേക്ക് പോവാം. ആ. അത് പറ്റുമോ? അത് അപ്പൊ പറ്റില്ല. വേറെ രാഷ്ട്രീയ ഇല്ലേ? അതെ CPI-ലേക്ക് പിന്നെ പോവാം. ആ. അല്ലേ? അതെ പിന്നെ ഒരു പറ്റിയ പാർട്ടി, ഏറ്റവും പറ്റിയ പാർട്ടി ഷിബു ബേബി ജോണിന് പോകാൻ ആ. ഫോർവേഡ് ബ്ലോക്ക്. ദേവരാജനും കൊല്ലംകാരനല്ലേ അതെ അതെ അതിലെ ഏക അംഗം. അതെ അപ്പൊ ഇതാണ് ഷിബു ബേബി ജോണിന്റെ അവസ്ഥ. അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഉം. പെരുമാറുകയല്ലേ ബേബി ജോണിന് അഭികാമ്യമായ കാര്യം. അല്ല അത് ശരിയാണെങ്കിൽ പോലും സാർ നേരത്തെ പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഒരാൾ MP-യും ഒരാൾ MLA-യുമായിട്ട് ഒരു വീട്ടിൽ നിന്ന് വരുന്നതിനെ RSP പോലെയുള്ള ഒരു കൊച്ചു പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതിനിപ്പോ പ്രേമേന്ദ്രൻ ഉം. മറ്റേ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉം. BJP-യുടെ ആഫീസിലും ഉം. മോദിയുടെ വീട്ടിലും ഉം. മറ്റേ ക്യാൻറ്റീനിലും മോദിയുടെ കൂടെ ചായ കുടിക്കാനും ഒക്കെ ആ. അവസരം കിട്ടുന്ന ആ. ഏക MP അതെ പ്രേമേന്ദ്രനാണ്. പ്രേമേന്ദ്രൻ എന്തിനാണ് ഡൽഹി വിടുന്നത്? വിടേണ്ട ഇല്ല. കാര്യമില്ലല്ലോ. ഇല്ല. ഇനിയില്ലേ കാലാവധി ഉണ്ട്. 2-3 കൊല്ലം ഇനിയും. അപ്പൊ ആ പ്രേമേന്ദ്രൻ ഇപ്പൊ വിടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ തീരുമാനം എടുത്തിട്ട് കാർത്തിക്കിനെ ആ. മത്സരിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലത് BJP-യുടെ വോട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ND ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഉം. BJP-യിൽ കൂടി പ്രേമേന്ദ്രന് സ്വാധീനം ഉണ്ടല്ലോ. ഉം. കാർത്തിക്കിന് ഏറ്റവും നല്ലത് BJP സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതാണ്. എന്തിനാ RSP? ഉം. പ്രേമേന്ദ്രന് പറയാമല്ലോ, അയാൾക്ക് മറ്റേ പ്രായമായി ഇല്ലേ, അതെ ഈസ് എ മച്ച് എ പേഴ്സൺ. അയാൾക്ക് തന്നെത്താനെ എൻ്റെ മകൻ ഉം. ഇല്ലേ പാകത വന്നൊരു യുവാവായി അയാൾക്ക് തന്നെത്താനെ തീരുമാനിക്കാം. കാർത്തിക്കിന് എന്തുകൊണ്ട് BJP സ്ഥാനാർത്ഥിയായി കൂടാ അവിടെ? അതൊരു വലിയ ചോദ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.